ഈവന്റ് കമ്പനി എന്ന് പറയുന്നത് വേറെയാണ്, ഡെക്കേഴ്സ് വേറെയാണ്, കേറ്റേഴ്സ് വേറെയാണ്, അങ്ങനെ ഓരോന്നും ഓരോ വിഭാഗമാണ്. പക്ഷെ കേരളത്തിൽ പൊതുവെ കാണുന്നത് ഏതൊരു കമ്പനിയുടെയും അറ്റത്ത് ഈവന്റ്സ് ഇടുമ്പോഴത്തേക്ക് അത് കേറ്ററിംഗ് കമ്പനി ആവട്ടെ, അതിന്റെ അറ്റത്ത് ഈവന്റ്സ് ഇടുമ്പോൾ അത് ഈവന്റ് ആയിട്ട് മാറാണ്. ഞങ്ങൾ ബേസിക്കലി ഞാൻ എവിടെ വന്നാലും പറയുന്നത് ഞങ്ങൾ ഈവന്റ്സ് ആണ്. ഈവന്റ്സിനകത്ത് പല ഭാഗങ്ങളും വരും. അപ്പം ഞങ്ങൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ ഞങ്ങളെ ബാക്കപ്പ് എടുത്ത് ഞങ്ങളുടെ പേജസ് ആണെങ്കിൽ ഞങ്ങളുടെ ബാക്കപ്പ് എടുത്ത് കേരളത്തിൽ ഒട്ടുമിക്ക ഞങ്ങൾ കോഴിക്കോട്, കണ്ണൂർ എല്ലായിടത്തും ഷോസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലായിടത്തും ഞങ്ങളെ മെറ്റീരിയൽസ് തന്നെ കൊണ്ടുപോകണമെന്നില്ല. കാരണം ഇവിടെ അപ്ഡേഷൻ നടക്കുന്ന ഒരു കാലമാണ്. കേരളം എന്ന് പറയുന്നതാവട്ടെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഇരിക്കുന്ന മെറ്റീരിയൽസ് ആവില്ല അടുത്തൊരു ആളുടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് തന്നെയാണ് ആ ഇവന്റ് മാക്സിമം പൊലിപ്പിച്ചെടുക്കുന്നത്. പിന്നെ പൊതുവെ പറയുന്നത് ഞങ്ങളുടെ പ്ലാനിങ് തന്നെയാണിത്. ഞങ്ങൾ പോകുന്നിടത്താവട്ടെ അവിടെ ഏതൊക്കെ ഇവന്റ്സ്, എന്തൊക്കെ മെറ്റീരിയൽസ് ഓരോരുത്തരുടെ കയ്യിലെന്നുള്ളത് ഞങ്ങളുടെ കയ്യിലും ഒരു ലിസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഇന്ന ആൾ കേറ്റേഴ്സാണ്, ഇന്ന ആൾ പ്രൊഡക്ഷനാണ്, ഇതങ്ങനെ ഒരു ലിസ്റ്റ് വെച്ചിട്ട് അതിൽ നിന്ന് ഞങ്ങൾ നമ്മുടെ ഈവന്റ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ ഹയർ ചെയ്യും. പോരാണ്ട് ഞങ്ങളുടെയിലുള്ള മെറ്റീരിയൽസും യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ഞങ്ങൾ ഈവന്റ്സുകളെല്ലാം വിജയിപ്പിച്ച് ഇതുവരെ ഞങ്ങൾ ആക്കിയെടുത്തതും. തലേ ദിവസം മാം ചോദിച്ചതുപോലെ നമുക്ക് പെട്ടെന്ന് തീർത്തെടുക്കാൻ പറ്റിയതും നമ്മളെ കൂടെ നിൽക്കുന്ന വെൻഡേഴ്സ് ആവട്ടെ അവരുടെയൊക്കെ സഹായങ്ങൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ എത്തിയിട്ടുള്ളത്. ഇതുവരെ എത്തിയതും എല്ലാം ഈ കേരളത്തിലുടനീളം ഈവന്റ്സ് അടിച്ചതും അങ്ങനെ തന്നെയാണ്.